ഇതാ എൻ്റെ തെറ്റി പൂവിടാൻ തുടങ്ങിയിരിക്കുന്നു. പൂവിനെക്കാട്ടി കൂടുതലും ഇതിൽ മൊട്ടുകളാണ്. അപ്പോൾ ഞാൻ കരുതി ഇത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. ഞാൻ ഏത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഈ 3 സാധനങ്ങൾ മതി ചെടി നന്നായി പൂക്കുവാൻ. എൻ്റെ കയ്യിൽ 4 കളർ തെറ്റിയാണുള്ളത്. ഇത് ഒരു കളർ. ഇതിൽ മൊട്ടുകൾ വരുന്നുണ്ട്, ചെറുതായി വരുന്നുണ്ട്. എന്നാൽ ആദ്യം കാണിച്ചതുപോലെ നിറയെ പൂക്കളില്ല. ഈ ചെടിക്ക് 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നന്നായി വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വേണം വയ്ക്കാൻ. എങ്കിൽ മാത്രമേ അതിൽ നിറയെ പൂക്കളുണ്ടാകൂ. അല്ലാതെ നമ്മൾ വളം മാത്രം ചെയ്തിട്ട് ചെടി കൊണ്ടുവന്ന് തണലത്ത് വെച്ചാൽ അതിൽ പൂക്കൾ ഉണ്ടാകില്ല. ഇലകൾ മാത്രം തഴച്ചു വളരുകയേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊന്ന് മഞ്ഞ തെറ്റിയാണ്. ഇതിലും മൊട്ടുകൾ ധാരാളം വരുന്നുണ്ട്. ഇതുപോലെ നിൽക്കുന്ന തെറ്റിയിലൊക്കെ പൂക്കൾ കുറവാണെങ്കിൽ നമ്മൾ അതിൻ്റെ കമ്പുകൾ കോതി കൊടുക്കണം. എൻ്റെ ഈ തെറ്റിയിലൊക്കെ മൊട്ടുകൾ ധാരാളം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കമ്പുകൾ വെട്ടിക്കൊടുക്കാത്തത്. മറ്റൊരു തെറ്റിയാണിത്. ഇത് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലും മൊട്ടുകൾ വരുന്നുണ്ട്. ഇത് പൂത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇനി പ്രൂണിങ് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ കൈവശമുള്ള തെറ്റി ഇതുപോലെ പൂക്കാതെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും അതിൻ്റെ വലിയ കമ്പുകളൊക്കെ നന്നായി കോതി കൊടുക്കുക. എങ്കിൽ മാത്രമേ പൂക്കൾ ഉണ്ടാകൂ. ഇതിൻ്റെ കമ്പ് ഞാൻ നേരത്തെ കോതി നിർത്തിയിരുന്നതാണ്. ഈ വളം ചെയ്തതിന് ശേഷമാണ് ഇത് നന്നായി പൂക്കുവാൻ തുടങ്ങിയത്. നേരത്തെ തറയിലായിരുന്നു ഈ ചെടി നട്ടിരുന്നത്. അന്ന് പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ചെടിച്ചട്ടിയിലോട്ട് മാറ്റിയ ശേഷം പൂക്കൾ കുറവായി. അങ്ങനെയാണ് ഞാൻ ഈ വളം കൊടുത്തു നോക്കിയത്. അപ്പോൾ നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പൂക്കൾ കുറവാണെങ്കിൽ നിങ്ങൾക്കും കൂടി ഇത് ചെയ്തു കൊടുക്കാം. ഈ ഇരിക്കുന്ന 4 തെച്ചിയാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ എത്ര കളറുണ്ടെന്നും കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എനിക്ക് 4 പ്ലാന്റാണുള്ളത്. അപ്പോൾ ഞാൻ 6 സ്പൂണോളം മുട്ടയുടെ തോട് പൊടിച്ചതാണ് എടുക്കുന്നത്. മുട്ടയുടെ തോട് പൊടിക്കാൻ വേണ്ടി കൈകൊണ്ട് പൊടിക്കാതെ മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കുക. കൈകൊണ്ട് പൊടിക്കുകയാണെങ്കിൽ അത് മണ്ണിനോട് ചേരാൻ കുറേ നാളെടുക്കും. അതുകൊണ്ടാണ് മിക്സിയിൽ പൊടിക്കാൻ പറയുന്നത്. ഇനി ഇതിലോട്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു 6 സ്പൂണോളം തേയിലക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേയിലക്കൊത്തെടുക്കുമ്പോൾ അത് നന്നായി വൃത്തിയായി കഴുകി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതിൽ ഉറുമ്പൊക്കെ കയറും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തേയിലയും മുട്ടയുടെ തോടും അല്പം കൂടിപ്പോയാലും പ്രശ്നവുമൊന്നുമില്ല. എന്നാൽ ഇനി ചേർക്കുന്നത് ചാരമാണ്. ചാരം ഞാൻ ഇവിടെ 3 സ്പൂണാണ് എടുക്കുന്നത്. ചാരം എടുക്കുമ്പോൾ അല്പം കുറച്ചെടുക്കുക. കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചെടി അത് ചീഞ്ഞു പോകുന്നതിന് കാരണമാകും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പൂക്കൾ കുറവുള്ള ഈ പോട്ടിൽ തന്നെ നമുക്ക് ആദ്യം വളമിട്ട് കൊടുക്കാം. അതിനായി ഇതിൻ്റെ 4 വശവും നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അതിൻ്റെ സൈഡ് ചേർത്ത് 2 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മാസത്തിലൊരിക്കൽ ചെടിക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിറയെ പൂക്കളുണ്ടാകും. ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഗാർഡൻ വീഡിയോ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.